ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു കാഷ്വൽ മേക്കപ്പ് ചെയ്യുവാണ്. ഞാൻ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കിനും ചെയ്യുന്ന ഒരു ഒരു ബിഗിനേഴ്സിൻ്റെ ഒക്കെ പറ്റിയ ഒരു മേക്കപ്പ്. ഞാൻ അത്ര വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല, പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. പിന്നെ ഞാൻ കണ്ണെഴുതുന്നത് ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും ഞാൻ അടിയിലും മേളിലുമായിട്ട് കണ്ണെഴുതും. അതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് എഴുതുന്നില്ല, പക്ഷെ ഞാൻ അതിൽ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എൻ്റെ കണ്ണെഴുതുന്ന പല സ്റ്റൈലുകൾ. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുറച്ച് കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ മേക്കപ്പാണ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ എൻ്റെ മുഖം ഒന്ന് മോയ്സ്ചർ ചെയ്യും. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ പീച്ച് മിൽക്ക് എന്ന് പറയുന്നത്, ഇത് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ, പാക്ക് ചെയ്തപ്പോഴത്തേക്കിനുള്ളതാണ്. അപ്പം ലാക്മിയുടെ പീച്ച് മിൽക്ക് എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് കുറച്ച് ഇട്ട് കൊടുക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പം അത് നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. സോ നമ്മൾ നന്നായിട്ട് മുഖത്തെല്ലാം എല്ലാ സ്ഥലത്തും ഓരോ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലത്ത് പോലെ, അതായത് മൂക്കിൻ്റെ ഈ സൈഡ്, ചുണ്ടിൻ്റെ ഈ സൈഡ്, അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് തേക്കണം. നല്ലപോലെ തേച്ച് എല്ലാം നല്ല ഈക്വലായിട്ട് നമ്മൾ തേച്ച് കുറച്ച് നേരം നമ്മൾ അങ്ങനെ അങ്ങ് വിടുക. ആ സമയത്ത് നമുക്ക് ഈ മുടി ഒന്ന് പൊക്കി കെട്ടി വെക്കാം ഗൈസ്. മുടിയിൽ തൊട്ടതായതുകൊണ്ട് ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. അപ്പം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമേ ഞാൻ സെറം യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച ആ സെറം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. പക്ഷെ അത് പോഴ്സൊക്കെ മാറ്റുന്ന രീതിയിലുള്ള സെറമായിരുന്നു, പക്ഷെ അതെനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അപ്പം ഞാൻ നേരെ നമ്മുടെ ഫൗണ്ടേഷനിലോട്ടാണ് പോകുന്നത്. ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫിറ്റ്മിയുടെ ഞാൻ 250 ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 250. അപ്പം നമുക്ക് മോയ്സ്ചറൈസർ കഴിഞ്ഞ ഉടനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല ഗൈസ്, പക്ഷെ ഞാൻ ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ കുളമായിട്ടൊന്നുമില്ല. അതുകൊണ്ടുള്ള ധൈര്യത്തിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ എല്ലാവരും ഇതൊന്നും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവർക്കും ആഗ്രഹങ്ങൾ കൊണ്ട് ചെയ്യുന്നതല്ലേ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആ സ്പോഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ട് അത് ഉണങ്ങിയില്ല, നിറച്ച് വെള്ളമാണ്. സോ ഞാനൊരു കാര്യം പറയാം, നമ്മൾ എന്ത് യൂസ് ചെയ്താലും നമ്മുടെ പെടലിയിലും അത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 2 കളറായിട്ട് കാണും. സോ അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലറാണ്. കൺസീലർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ മൻഹാട്ടൻ, അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇവിടെ വന്നിട്ട് കണ്ട ഒരു ബ്രാൻഡാണ്, എനിക്ക് അറിഞ്ഞുകൂടാ അതെന്നാ ബ്രാൻഡാണെന്നൊന്നും. പക്ഷെ അതിൻ്റെ വേക്കപ്പ് കൺസീലർ, അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 003 ആണ്. ട്രൂ ഐവറി കളറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഷെയ്ഡ്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ChatGPT ത്രൂ എടുത്തതാണ് കേട്ടോ. ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോഴത്തേക്കും ChatGPT പറഞ്ഞു തന്ന കളറാണ് എനിക്കിത് ചേരി വന്നത്. പക്ഷെ ഞാൻ ഇന്നലെയാണ് ഇത് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് ചേരുന്നതായിട്ട് തോന്നി. സോ അതാണ് ഞാൻ യൂസ് ചെയ്തത് ഗൈസ്.
അപ്പം നമ്മൾ നന്നായിട്ട് ഇതും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പുളിവാണ്. പ്രേതത്തിനെ പോലില്ല ഗൈസ് കാണാൻ, പക്ഷെ ഞാൻ എല്ലാം സെറ്റാക്കി എടുക്കും. നന്നായിട്ട് ബ്ലെൻഡ് ആക്കി. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഐബ്രോ. ഞാൻ ഐബ്രോസ് എഴുതാറില്ല, എനിക്ക് ആവശ്യത്തിന് നല്ല ഐബ്രോസ് ഉണ്ട് നോക്ക്. സോ നല്ല ഐബ്രോസ് ഞാനിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. സോ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഹൈലൈറ്റർ, കാട്രീസിൻ്റെ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഐ ഷാഡോ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ താല്പര്യമില്ല. സോ ഞാൻ ഐ ഷാഡോ ആയിട്ട് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ നമ്മുടെ ഇങ്ങനെ സെൻറ്ററിലായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇത്രയും ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെട്ടമുണ്ടോ? അപ്പോൾ ഇതാണ് കണ്ണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഞാൻ എല്ലാം തലതിരിച്ചേ ചെയ്യത്തുള്ളൂ. ഞാൻ കണ്ണ് എഴുതുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ മസ്കാര ചെയ്ത് കൊടുക്കും. ഞാൻ മാൾസിൻ്റെ മസ്കാരയാണ്, മറ്റേ 2-in-1, മറ്റേ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2. ആദ്യം മറ്റേ ലെങ്ത് ഉള്ളതും പിന്നെ വോളിയം ഉള്ളതും അങ്ങനത്തെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത് കൂട്ടാം. എനിക്ക് ഓൾറെഡി നല്ല പിരിവുണ്ട്, കൺപീലിയുണ്ട് ഗൈസ്. നോക്ക്, എല്ലാവരും എന്നോട് ചോദിക്കും. എൻ്റെ പഴയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ മസ്കാര ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കിനും എന്നോട് ചോദിക്കുമായിരുന്നു ക്ലാസ്സിലുള്ള പിള്ളേർ, എടീ നീ മറ്റേ വെപ്പ് മസ്കാര വെപ്പ് കൺപീലി വെച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ഒറിജിനലാണ്. ഞാൻ പണ്ട് ഈ കൺപീലിയും പിരിവും വളരാൻ ഞാൻ ആവണക്കണ്ണ യൂസ് ചെയ്യുമായിരുന്നു ഗൈസ്. എല്ലാവരും നോട്ട് ചെയ്തു, ആവണക്കണ്ണ ഈസ് സോ ഗുഡ് ഫോർ ഐബ്രോ ആൻഡ് ഫോർ ഐലാഷസ്. സോ ഗുഡ്. ഞാൻ തീർന്ന ഒരു മസ്കാരയുടെ ബ്രഷ് എടുത്തിട്ട് ഞാൻ ആവണക്കണ്ണയിൽ മുക്കി ഞാൻ തേക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വോളിയം കൂട്ടണം. വോളിയം, ഓ മൈ ഗോഡ്, വോളിയമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പാർട്ട്. ഞാൻ ഭയങ്കരമായിട്ട് വോളിയം തോന്നിക്കും കൊണ്ടാണ്. ഐലാഷസ് ബ്ലിങ് ബ്ലിങ്. ഞാൻ താഴെ ലെങ്ത് കൂട്ടാറില്ല, വോളിയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ കണ്ണ് കണ്ട വയസ്സ്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ അങ്ങനെ സൂപ്പറായിട്ടൊന്നും കണ്ണെഴുതത്തില്ല, എന്നാലും സൂപ്പറായിട്ട് എഴുതും. അപ്പം ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന്
ടെയിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ലാക്മിയുടെ നമ്മുടെ സാധാ എല്ലാവരും യൂസ് ചെയ്യുന്ന ലാക്മിയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയാണ് കണ്ണെഴുതിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ കണ്ണെഴുതാനാണ് കൂടുതലും ഇഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. സോ ബ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് തന്നെ മേടിച്ചതാണ്. ചീക്ക് ലവർ എന്ന് പറയുന്നതാണ് കാട്രീസിൻ്റെ ചീക്ക് ലവർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ് ഗൈസ്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ എനിക്ക് ഇവിടുന്ന് നല്ല വെളിച്ചം വരുന്നതുകൊണ്ട് എത്രത്തോളം ഇതിനകത്ത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഞാൻ അവസാനം കാണിക്കാം ഗൈസ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. എല്ലാവർക്കും അറിയാലോ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് യുനോ ലിപ്സ്റ്റിക്. ഇത് ഞാൻ ലാക്മിയുടെ, ഓ മൈ ഗോഡ്, ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. 22 റെഡ് വൈൻ. ഓ മൈ ഗോഡ്, റെഡ് വൈൻ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഞാനിത് എപ്പോഴാണ് +2 പഠിക്കുമ്പോൾ എങ്ങാണ്ട് കണ്ടുപിടിച്ചതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തൃശ്ശൂർ പോയ സമയത്ത് ഞാൻ കണ്ടുപിടിച്ച ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത്രയും മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ലിപ് ലൈനർ, ഇത് ഷാർദ ഒരു ലിപ് ലൈനർ, പക്ഷെ ഇച്ചിരി ഡാർക്കാണ്. ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ബൂസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കാത്രീസ് ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് കാത്രീസ് just like this. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഇത് വെച്ച് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ഇറക്കാം, കുറേ പട്ടി ഷോസ്. അപ്പം നമുക്ക് കുറച്ച് പട്ടി ഷോസ് കണ്ടിട്ട് വരാം. ഓക്കേ, അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മേക്കപ്പ് ഇവിടെ ഫൈനലി ഡൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഹെയർ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് എൻ്റെ മേക്കപ്പ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ കാഷ്വൽ മേക്കപ്പ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ചിസി.